കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ലൈസൻസ് പുതുക്കാനുള്ള അനുമതി നിഷേധിച്ചതുകൊണ്ട് മീഡിയ വൺ ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ചാനൽ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഡിവിഷണൽ ബെഞ്ചും ആ ഉത്തരവിനെ ശരിവെക്കുന്ന നടപടിയിലേക്കാണ് പോയത്. മീഡിയ വൺ ചാനലിന്റെ ഭാവി എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുമ്പോൾ ആരുടെ ഒപ്പമാണ് ജനാധിപത്യ വിശ്വാസികൾ നിൽക്കേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു BJPയുടെ വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ N ശ്രീകുമാർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ജോസുകുട്ടി ഒഴികയിൽ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ N ശ്രീകുമാർ, ഏറ്റവും ഒടുവിലുള്ള നിരീക്ഷണ വ്യക്തി കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി മീഡിയ വണ്ണിന്റെ മുമ്പിൽ സുപ്രീം കോടതി എന്ന ഒരു സാധ്യതയാണ് മുമ്പിലുള്ളത്. ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ കുറിച്ച് പല മാധ്യമങ്ങൾ നടത്തി കഴിഞ്ഞു. കോടതിയുടെ ആദ്യ നടപടി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ കോടതിയുടെ നിരീക്ഷണത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? മീഡിയ വണ്ണിന്റെ കേസിൽ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തീർപ്പ് ഏൽപ്പിച്ചിട്ടില്ല. അവര് സിംഗിൾ ബെഞ്ചിന്റെ അഭിപ്രായത്തെ ശരിവച്ചിരിക്കുകയാണ്. ഒറ്റ കാരണമേ പറയുന്നുള്ളൂ, ദേശീയ സുരക്ഷ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. മീഡിയ വൺ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിലാണ് കേരളത്തിലെ മാധ്യമ ലോകത്തിന് പ്രതീക്ഷയുള്ളത്. മാധ്യമ ലോകത്തിന് പ്രതീക്ഷ എന്ന് ഞാൻ പറയുമ്പം ഏതൊരു മാധ്യമത്തെ വിലക്കാനുള്ള അവകാശവും ഗവൺമെന്റിനുണ്ട്. കാരണം അങ്ങനെയാണ് പത്രങ്ങളും അതുപോലെ തന്നെ ചാനലുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്തൊരു കാലം കഴിയുമ്പോൾ അതിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ട ഘട്ടം വരും. ആ സമയത്താണ് മീഡിയ വണ്ണിനെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പിടികൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മീഡിയ വണ്ണിന്റെ സംപ്രേഷണം നിരോധിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പത്രങ്ങളിൽ വിശദമായ വാർത്തകളില്ല. കോടതിയിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആകെ കിട്ടുന്ന വിവരം ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ഗൗരവപരമായ പ്രശ്നങ്ങളുണ്ടെന്നാണ്. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും ഗൗരവമുള്ളതാണ്, യാതൊരു തർക്കവുമില്ല. മീഡിയ വൺ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ 10 വർഷമായിട്ട് മീഡിയ വൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിലും അതുപോലെ അവരുടേതായ അഭിപ്രായങ്ങളിലൊക്കെ അവരുടേതായ ചില നിലപാടുകൾ വ്യക്തമാക്കി കാണും. അത് ദേശസുരക്ഷയ്ക്കെതിരായി എന്തെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ എല്ലാം കണ്ടിട്ടുള്ളതല്ല, പക്ഷെ എൻ്റെ അറിവിലില്ല. ഇനി ദേശസുരക്ഷയ്ക്കെതിരായിട്ട് ആ ചാനൽ എന്തെങ്കിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാത് കാലത്ത് അതിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനുണ്ട്. അന്ന് അവർ അത് ചെയ്തിട്ടുണ്ടോ, അത് മീഡിയ വണ്ണിനെ അറിയിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അത് പുതുക്കാൻ ചെല്ലുമ്പോൾ ഇനി പുതുക്കില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വിലക്കിയിട്ടുള്ളത്. ആ വിലക്ക് നീക്കാനുള്ള അധികാരവും കേന്ദ്ര ഗവൺമെന്റിനാണ്. സുപ്രീം കോടതിയിൽ ഇതിൽ കൊടുക്കുന്ന നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. മീഡിയ വൺ എന്ന ചാനൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏത് ചാനലിനും അതാത് താല്പര്യങ്ങളുണ്ട്. പത്രങ്ങൾക്ക് അവരുടെ ചാനലുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ചാനലുണ്ട്, സാമൂഹ്യ സംഘടനകൾക്ക് അവരുടെ ചാനലുണ്ട്. ഇപ്പൊ ഷക്കീന ഉൾപ്പെടെയുള്ള ചാനലുകൾ മതസംഘടനകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഓരോ സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും അവരുടെ ആശയങ്ങൾ വിപുലീകരിച്ച് ജനങ്ങളിൽ എത്തിക്കാനുള്ളതാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. ആ ചാനൽ അവരെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ റേറ്റിംഗും കാര്യങ്ങളും. ശരി. മീഡിയ വൺ മാധ്യമം എന്ന ഒരു പത്രത്തിന്റെ സഹോദര സ്ഥാപനമാണ്. ആ പത്രവും ജമാഅത്തെ ഇസ്ലാമി എന്ന മാധ്യമത്തിന്റെ ഉടമസ്ഥർക്കൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടപ്പെടാതിരുന്നതിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ കോടതിയോ കോടതി കേന്ദ്രത്തെ നിരീക്ഷണത്തെ കോടതി സാധൂകരിക്കുകയല്ലേ ചെയ്തത്? 70ാമത്തെ പോയിന്റിൽ പറയുന്നു, ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ പബ്ലിക് ഓർഡർ ആർ വെരി വൈറ്റൽ ഫോർ ദ ഫെയർ ആൻഡ് സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ദ നേഷൻ ആൻഡ് therefore significance and importance shall be provided to the interest of the citizens of this country rather than other aspects എന്നാണ് പറയുന്നത്. അതെ, ആ നിരീക്ഷണത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ, എങ്ങനെയാണ് അതിനെ അങ്ങ് കാണുക? ഞാൻ പറഞ്ഞത് കോടതി പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് മുദ്ര വെച്ച് നൽകിയ ഒരു കവറിൽ അവർ പറഞ്ഞിരിക്കുന്നത് ദേശസുരക്ഷയ്ക്ക് ഗുരുതരമായ
പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ചില സംഗതികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചാനലിനെ നിരോധിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എന്താണെന്നുള്ള നമുക്കറിയില്ല. ഇവരുടെ പ്രശ്നം എന്താണ് എന്നത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഇവരെ അറിയിച്ചിട്ടില്ല. ആ ഒരു അറിയാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെട്ടു. അത്ര മാത്രമേ പ്രശ്നമുള്ളൂ ഇവിടെ. അവരെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല, പൊതുജനം അറിഞ്ഞിട്ടില്ല, മാധ്യമ പ്രവർത്തകർ അറിഞ്ഞിട്ടില്ല. ഏത് വിഷയത്തിലാണ് അല്ലെങ്കിൽ എന്താണ് കുറ്റം അത് പറയണ്ടേ? അത് പറഞ്ഞാൽ നമ്മൾ ദേശസുരക്ഷയ്ക്കെതിരാണ് ആ ചാനൽ ചെയ്തെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നമ്മളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആക്കാൻ നമ്മൾ വളരെ വ്യക്തി. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഏത് ഒരു കുറ്റം ചെയ്ത വ്യക്തിക്ക് അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിക്കുക എന്നത് ഒരു ന്യായമാണല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഒരു ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മീഡിയ വണ്ണിന്റെ ചില നിലപാടുകളിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായി കൺസേൺസ് ഉണ്ടാകാം. പക്ഷേ മീഡിയ വണ്ണിനെ അറിയിച്ചിട്ടില്ല എന്ന് മീഡിയ വൺ പറയുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടന്നിരുന്നെങ്കിൽ ഈ കണക്കിനുള്ള വിവാദങ്ങളിലേക്ക് ഒന്നും ഇത് പോകാതെ വളരെ കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ നിലപാട് സമൂഹത്തെ അറിയിക്കാൻ സാധിക്കുകയില്ലായിരുന്നോ? എന്തുകൊണ്ടായിരിക്കും അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്? ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് സ്പഷ്ടമായിട്ടുള്ള ഉത്തരം പറയാം. പക്ഷെ അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിന്റെ പത്രാധിപരൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ വീക്ഷണത്തിന്റെ മെയിൻ പത്രാധിപരൊക്കെ ആയിട്ടുള്ള ശ്രീകുമാർ, അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിനും കൂടി ഒന്ന് ആദ്യം ഒരു മറുപടി പറഞ്ഞിട്ട് താങ്കൾ പറയുന്നതിനോട് മറുപടി പറയാം. ഒന്ന്, ശ്രീകുമാർ പറഞ്ഞു മീഡിയ വൺ ചാനൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മീഡിയ വൺ ചാനലിൽ യാതൊരു തരത്തിലുമുള്ള രാജ്യവിരുദ്ധതയും കണ്ടിട്ടില്ല. ശരിയായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ നേതാവുണ്ട്, നമ്മുടെ എല്ലാവരുടെയും നേതാവായിരുന്ന, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി. അദ്ദേഹം ഇതേ വിഷയത്തിൽ മീഡിയ വൺ ചാനൽ നിരോധിക്കണമെന്ന് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ഈ ചർച്ചയുണ്ടായി. അന്ന് ഹോം മിനിസ്റ്റർ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ചാനൽ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഏതാണ്ട് ലൈസൻസ് കൊടുക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോഴാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആന്റണി പേഴ്സണലായിട്ട് ഇടപെട്ടത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ വന്നത് ഒരുപക്ഷെ ശ്രീകുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലല്ലാതെ വേറൊരു രാജ്യത്താണെങ്കിലും നിങ്ങളുടെ ചാനലിന് അനുമതി കിട്ടില്ല. തൽക്കാലം ഞാൻ ഇടപെടുന്നു, ഈ ചാനലിന്റെ സംരക്ഷണം നിർത്തിവെക്കണ്ട എന്ന രീതിയിൽ ഞാൻ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ, എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്നു, ശ്രീകുമാറിന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീകുമാറിന് കാണാതെ പോയ കാര്യം ആന്റണി കണ്ടു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ടു, അന്നത്തെ ഗവൺമെന്റ് കണ്ടു. ഒരുപക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി അതിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ പേഴ്സണൽ താല്പര്യമില്ല, അവർക്ക് രാജ്യ താല്പര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, നാഷണൽ സെക്യൂരിറ്റിയെ ത്രെട്ടിനെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ അവിടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ ആരും സ്വാധീനിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവില്ല. പക്ഷെ അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ടതും അന്ന് ആന്റണി കണ്ടതും ഇന്നത്തെ ഗവൺമെന്റ് കണ്ടതും ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മീഡിയ വൺ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രശ്നം ആയിരിക്കില്ല, അല്ലെങ്കിൽ മീഡിയ വൺ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കാം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാഷ്ട്രീയം ഇവിടെ ഒരു വിഷയമേ അല്ല. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയത്തിനെതിരാണല്ലോ വീക്ഷണം ധാരാളം കേന്ദ്ര വിരുദ്ധത, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമായി ധാരാളം പ്രസ്താവനകൾ ഇറക്കുന്നില്ലേ വീക്ഷണവുമായി ബന്ധപ്പെട്ടതല്ലേ ജയ്ഹിന്ദ് ആയാലും ശരി, അതുപോലെ കൈരളി ചാനലായാലും ശരി. കേന്ദ്ര സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കുന്നതല്ലേ കൈരളി ചാനൽ? കേന്ദ്ര സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കാത്ത ഏത് ചാനലുണ്ട് കേരളത്തില്? ആകെ BJPയുമായി സഹകരിച്ചു പോകുന്ന ചാനൽ
എന്ന് നിങ്ങൾ പറയുന്ന ജനം ചാനൽ ഉണ്ടാവും. അതിൽ പോലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുണ്ടാവും. കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കാത്ത ചാനൽ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. ശരി. പക്ഷെ അവിടെ ആരുടെയും ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ റദ്ദ് ചെയ്യപ്പെടാനുള്ള കാരണമുണ്ട്. അതിൽ താങ്കളുടെ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഇൻട്രോയിൽ ഫസ്റ്റ് പറഞ്ഞത് വാർത്താ വിതരണ മന്ത്രാലയം റദ്ദ് ചെയ്തു എന്നാണ്. തെറ്റാണ്. MHAയുടെ ക്ലിയറൻസ്, വാർത്താ വിതരണ മന്ത്രാലയം MHAയുടെ ക്ലിയറൻസ് ചെയ്തിട്ടില്ല. ലൈസൻസ് കൊടുത്തില്ല. കേന്ദ്ര ഹോം അഫയേഴ്സിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം. അതെ, അത് തന്നെയാണ് ശിവകുമാർ പറഞ്ഞതും കൂടി. തീർച്ചയായും വാർത്താ വിതരണ മന്ത്രാലയം ബാൻ ചെയ്തിട്ടില്ല. ഇല്ല. നമ്പർ 1. നമ്പർ 2, മീഡിയ വൺ ചാനലിനെ ബാൻ ചെയ്തിട്ടില്ല. മീഡിയ വൺ ചാനലിന്റെ ലൈസൻസ് ക്ലിയർ ചെയ്ത് കൊടുത്തില്ല. ലൈസൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. ഒരു ചാനലിന് ലൈസൻസ് കിട്ടുമ്പോ ചാനൽ പ്രവർത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചാനൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ 19ാമത്തെ, അതായത് ആർട്ടിക്കിൾ 19 പ്രകാരം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചാനൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മീഡിയ വണ്ണിന് രാഷ്ട്രീയ താല്പര്യമുണ്ട്, ഷക്കീന ചാനലിന് രാഷ്ട്രീയ താല്പര്യമുണ്ട്, വീക്ഷണത്തിന് കൈരളിക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഇന്ത്യൻ ഡെമോക്രസിയില്, ഇന്ത്യൻ ജനാധിപത്യത്തില് ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. പക്ഷെ ആ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ സബ് ക്ലോസ് ഉണ്ട്. ആ സബ് ക്ലോസ് 9 എണ്ണം ഉണ്ട്. ആ 9 എണ്ണം എന്റെ കയ്യില് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ സബ് ക്ലോസിൽ പറയുന്ന 9 കാര്യത്തിൽ ഏറ്റവും പരമപ്രധാനമാണ് സോവറിനിറ്റി ഓഫ് എ നേഷൻ. അപ്പൊ ഒരു സോവറിനിറ്റി ഓഫ് എ നേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യസുരക്ഷ. ഇറ്റ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ. അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രാജ്യസുരക്ഷയ്ക്ക് ത്രെട്ട് വരുന്ന സംഭവം പരിശോധിക്കപ്പെടേണ്ടത് ആരാണ്? രാജ്യസുരക്ഷയ്ക്ക് ത്രെട്ട് വരുന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടത് ഹോം അഫയേഴ്സ് ആണ്. ആ ഹോം അഫയേഴ്സ് രാജ്യസുരക്ഷയ്ക്ക് ത്രെട്ട് വരുന്ന കാര്യം പരിശോധിക്കപ്പെട്ടപ്പോ ഇതിന്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഭരണഘടനയുടെ 19 ആർട്ടിക്കിൾ 19ന്റെ വയലേഷനാണ് നടത്തിയിരിക്കുന്നത് കാണുന്നു. പക്ഷേ അറിയാനുള്ള അവകാശം കൂടി ഈ മീഡിയ വൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് ചാനൽ ആയിക്കോട്ടെ, അവർക്കത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ അത് അറിയിച്ചത് കൊണ്ട്, ആ ചാനൽ അധികൃതർക്കെങ്കിലും അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വിവാദങ്ങൾ പോലും വരില്ലല്ലോ. ഞങ്ങൾക്കെതിരെ ഒരു പ്രശ്നമുണ്ടായി, ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു എന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്ക് എത്തില്ലേ? ഇത് അവർക്കെങ്കിലും അറിയാനുള്ള സാഹചര്യം അതോ അറിയിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ? ഒന്നാമത്തെ ചോദ്യം. അറിയിച്ചിട്ടില്ലെങ്കിൽ അത് സാധിക്കാത്ത കാര്യമാണോ? ഇതറിയാൻ ആഗ്രഹിക്കുന്നവരാരാ? എല്ലാവരോടും, ഈ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ എല്ലാ ചാനലിലും ചർച്ച ചെയ്യപ്പെടുന്നു. ഇത് അവരെങ്കിലും അറിയണ്ടേ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? 6 മാസം മുമ്പ് ഈ ലൈസൻസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 6 മാസം മുമ്പ് കത്തിടപാടുകൾ നടക്കുന്നുണ്ട്. ആ കത്തിടപാടുകളിൽ ഇതിന് ലൈസൻസ് ക്ലിയറൻസിന് ചില തടസ്സമുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഞങ്ങളുടെ തടസ്സം എന്ന് വിശദീകരിക്കണം എന്ന് ഹോം മിനിസ്ട്രിയോട് ഈ മീഡിയ വൺ ചോദിച്ചിട്ടുണ്ടോ? അതിന് പകരം മീഡിയ വൺ പറഞ്ഞത് എന്താണ്? വാട്ട് വാസ് ദ ഡിഫൻസ് ഓഫ് മീഡിയ വൺ? എന്തുകൊണ്ടാണ്? ഞാൻ വളരെ 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 സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചർച്ച തന്നെ നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ചർച്ച ഷക്കീന ചാനൽ വെച്ചിരിക്കുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, പറയാനുള്ള, കേൾക്കാനുള്ള, മറുപടി പറയാനുള്ള, വിമർശിക്കാനുള്ള അവകാശത്തിന്റെ പേരിലല്ലേ? അങ്ങനെയാണെങ്കിൽ മീഡിയ വൺ ചാനലിന്റെ പ്രമുഖനായിട്ടുള്ള ആളെയാണല്ലോ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത്, പ്രമോദ് രാമൻ. ഇന്ന് രാവിലെ ഞാൻ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ഞാൻ ആരുണ്ട് ചർച്ചയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ പ്രമോദ് രാമൻ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതാണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രമോദ് രാമൻ ബി ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്ക് ഉള്ളത് കൊണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മാറിയതാണ് ഞാൻ കേട്ടത്. ശരിയാണോ? അപ്പോ മീഡിയ വൺ ചാനലിന് വിമർശനം സഹിക്കാൻ വയ്യ. മീഡിയ വൺ ചാനലില് ഫാക്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ തയ്യാറല്ല. ഒരു ബി ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ഫാക്ട് എന്നുള്ളത് കേൾക്കാൻ തയ്യാറാവാതെ അവർ പോകുന്നു. ഇത് തന്നെയായിരുന്നു അവരുടെ ഡിഫൻസ്. അവരുടെ ഡിഫൻസ് എന്താ? സെൻട്രൽ ഗവൺമെന്റ് എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ മേടിച്ചോളാം, കാരണം ഞങ്ങൾക്ക് ലൈസൻസ് ക്ലിയറൻസ് ആവശ്യമില്ല. ഞങ്ങൾക്ക് 2012 ലൈസൻസ് ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്, ഇനി ലൈസൻസ് ക്ലിയറൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന വാദമാണ് അവർ സ്വീകരിച്ചത്. അവർ ചോദിച്ചിട്ടുണ്ടോ? അവരാണ് പറയേണ്ടത്. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് മറുപടി കിട്ടിയില്ല. ഷക്കീന ചാനൽ ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്കറിയില്ല. അവർ ചോദിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ പ്രമോദ് രാമൻ പറയേണ്ടതായിരുന്നു.
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടുമായിരുന്നു. യെസ്, അവരുടെ ചർച്ചകൾ, അവരുടെ അഭിപ്രായം അനുസരിച്ച് അവർ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടെന്നും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ ചാനലിന്റെ ഒരു ലൈസൻസ് കട്ടാകുന്ന ഘട്ടത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കേണ്ടതല്ല ലൈസൻസ് കട്ടിങ് എന്ന നിലപാട് അവിടെ എടുക്കുന്നു. നമുക്ക് അതിൽ തിരിച്ചു വരാം. ശ്രീ വി ശ്രീകുമാർ, ഒരു ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയം തരാം. പ്രത്യേകിച്ച് ശ്രീ എ കെ ആന്റണിയും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെയൊക്കെ പരാമർശിച്ചത് കൊണ്ടുകൂടി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അതായത് ഈ ചാനലിന് ആ ഒരു ഘട്ടത്തിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് ഒരു ചർച്ചയായിരുന്ന സമയം ഉണ്ടായിരുന്നോ? അതിനെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണോ ഇങ്ങനൊരു ചാനൽ ലൈസൻസിലേക്കും ഒക്കെ പോയത്? അതിൽ കോൺഗ്രസിന്റെ ഒക്കെ സ്വാധീനം ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം ആരോപിക്കുക. ശരിയായിരിക്കുമോ? അല്ല, ഗോപാലകൃഷ്ണനോട് എന്നെ വിശേഷിപ്പിച്ചത് ഞാൻ കോൺഗ്രസിന്റെ നേതാവും എന്നൊക്കെയല്ലേ. ഞാൻ കോൺഗ്രസിന്റെ നേതാവൊന്നുമല്ല. ഞാൻ 40 വർഷമായിട്ട് മാധ്യമപ്രവർത്തകനാണ്. കോൺഗ്രസിന്റെ ഒരു സഹയാത്രിയാണ്. മാത്രമല്ല, കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ റെസിഡന്റ് ഞാൻ പ്രവർത്തിച്ചു, റിട്ടയർ ചെയ്തു. അപ്പൊ എനിക്ക് കോൺഗ്രസ് നേതാവൊന്നും അല്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പറഞ്ഞതില് എനിക്കറിയില്ല. കാരണം എ കെ ആരിനെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താണ് ഉത്തരം പറയാ? എനിക്ക് പത്രത്തിൽ വന്ന വാർത്തയാണ്. പത്ര കട്ടിങ്സ് വേണമെങ്കിൽ ഞാൻ തരാം. TV ചാനലിലുള്ള ക്ലിപ്പിംഗ് വല്ലതാണോ? അല്ലല്ല, പത്രത്തില് മലയാള പത്രത്തിൽ വന്ന വാർത്തയാണ്. ആ വാർത്ത ഞാൻ തരാം. എന്റെ കയ്യിൽ ശ്രീ വി ശ്രീകുമാർ തുടരാം. ശ്രീകുമാറാണ്, വി അല്ലേ? സോറി എൻ ശ്രീകുമാർ, ക്ഷമിക്കണം. എൻ ശ്രീകുമാർ തുടരാം. അത് എ കെ ആന്റണിയാണ് മീഡിയ വൺ ചാനൽ ഉദ്ഘാടനം ചെയ്തത്. അതെ, 2003 അദ്ദേഹം രാജ്യരക്ഷാ മന്ത്രി ആയിരിക്കുന്ന സമയത്ത്. പ്രതിരോധ മന്ത്രി എന്നുള്ള ആ പദം ഞാൻ മാറ്റിയിട്ട് ദേശ സുരക്ഷാ മന്ത്രി എന്നാക്കുകയാണ്. രാജ്യസുരക്ഷാ മന്ത്രിയായിരുന്നു. അങ്ങനെ തന്നെയാണ് അല്ലേ? അതെ, കാലത്താണ് എ കെ ആന്റണി മീഡിയ വൺ ചാനൽ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട്. അപ്പൊ അങ്ങനെ ആന്റണി ആ ചാനൽ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ആന്റണിക്ക് ആ ചാനലിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണമല്ലോ. എനിക്കത് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ ഇന്നർ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാത്ത കാര്യം, ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം പത്രത്തിൽ വന്നത് ജന്മഭൂമിയിലാണോ അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കാരണം അന്ന് ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹവും എ കെ ആന്റണി നമ്മൾ ഈ വിഷയത്തിലൊന്നും നടന്ന ഉറപ്പില്ല അല്ലേ? ശരി, അല്ല ഉറപ്പില്ലാന്നല്ല, എനിക്കറിയില്ല, അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമം എന്ന പത്രത്തിന്റെ സഹോദര സ്ഥാപനമാണ്. അപ്പൊ മാധ്യമത്തിന്റെ സഹോദര സ്ഥാപനമായ മീഡിയ വണ്ണിനെ അനുമതി കൊടുക്കില്ല എന്ന് എ കെ ആന്റണി പറഞ്ഞൊക്കെ പറഞ്ഞാൽ അത് ഗോപാലകൃഷ്ണന്റെ രാഷ്ട്രീയമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അത്ര പറയാനുള്ളൂ. തീർച്ചയായും അദ്ദേഹം പത്രവാർത്തകൾ ഇടയത്തിലെ ഉണ്ടെന്ന് നമുക്ക് കരുതാം. നമുക്ക് തിരിച്ചു വരാം. ഒരു വരിയിൽ പറയാം. ശ്രീകുമാറും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത താമസക്കാരുമാണ്. ഒരേ ടൗണിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ രാഷ്ട്രീയം അറിയാം. ഒരിക്കലും ഞാൻ ശ്രീകുമാറിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആന്റണിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പത്രത്തിൽ വന്ന വാർത്തയാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അതായത് മീഡിയ വൺ ചാനലിന്റെ ആ വിഷയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ച പ്രസംഗമായിരിക്കും അങ്ങ് ഉദ്ധരിക്കുന്നത്. ശരി, അത് അവരുടെ ചാനലിൽ തന്നെ ഉണ്ട് താനും, യൂട്യൂബിൽ ഉണ്ട് താനും. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസൂട്ടി ഒഴികയിൽ ഇവിടെ ഈ ചർച്ചകളൊക്കെ പോകുന്ന സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും ഈ വിഷയം തന്നെയാണ് വീണ്ടും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ വിവാദങ്ങളെയും ഇതിനെ തുടർന്നുള്ള കോടതിയുടെ വിധികളെയും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലെ കോടതി വീണ്ടും സർക്കാരിന്റെ ഡിവിഷണൽ ബെഞ്ചിന്റെ ആ ഒരു അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാനുള്ള നിലപാടുമായി മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തെ, ഈ വാർത്താ കാലഘട്ടത്തെ എങ്ങനെയാണ് അങ്ങ് അടയാളപ്പെടുത്തുക? ആമുഖമായി പറയട്ടെ, ഇന്ത്യൻ കോടതികൾ, പ്രത്യേകിച്ച് ഹൈക്കോടതികളും സുപ്രീം കോടതികളും എന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിട്ടപ്പോഴൊക്കെ അതിന്റെ രക്ഷയ്ക്ക് എത്തിയിട്ടുള്ളത് ഇന്ത്യൻ കോടതികളാണ്. അതുകൊണ്ട് കോടതികളെ സംബന്ധിച്ചും മാധ്യമങ്ങളെ സംബന്ധിച്ചും നമുക്ക് മുൻവിധിയുടെ ആവശ്യമില്ല. കോടതികൾ വസ്തുതാപരമായി തന്നെ കാര്യങ്ങളെ കണ്ടുകൊണ്ട് രാജ്യസുരക്ഷയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും പൗരന്റെ അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി എന്നും നിലകൊണ്ടിട്ടുണ്ട്. അതിന് വിരുദ്ധമായ ഒരു നിലപാടല്ല കോടതി ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായ, അതീവ മനോഹരമായ ഒരു ഭരണക്രമമാണ്. ഇവിടെ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അവരുടേതായ അവകാശങ്ങളും എല്ലാം ഉണ്ട്. അതിലൊരു നിഷ്കളങ്കത കൂടി ഉണ്ടായിരിക്കണം. എന്താണത്? അത് സത്യസന്ധമായിരിക്കണം. അതിന് പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഏതെങ്കിലുമൊക്കെ തത്വചിന്തകളുടെ പിൻബലത്തിൽ
രാജ്യത്ത് നിലനിൽക്കുന്ന ലിബറൽ ജനാധിപത്യ സാഹചര്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് സാവധാനത്തിൽ ജനതയുടെ അകത്തേക്ക് കടന്നു കയറുകയും ഒരു പ്രത്യേക രീതിയിൽ അതിനെ സ്വാംശീകരിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നാൽ അത് സാംസ്കാരിക തലത്തിൽ നടത്തുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ദേശസുരക്ഷ എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് ഒരു പട്ടാളം വന്ന് ആക്രമിക്കുന്ന മാത്രമല്ല ദേശസുരക്ഷ. രാജ്യത്തിന്റെ അഖണ്ഡത, ജനങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ട ആ സ്വാതന്ത്ര്യ ബോധം, സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ട ഒരു സന്തുലിതാവസ്ഥ, ഇതെല്ലാം നിലനിർത്താൻ കഴിയുന്നതായിരിക്കണം രാജ്യത്തിന്റെ അകത്ത് രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പോ ഈ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉണ്ടായി എന്ന് കോടതി കണ്ടെത്തിയാൽ അത് ഗവൺമെന്റ് കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് മീഡിയ വണ്ണിന് അവരുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോ മീഡിയ വണ്ണിന്റെ നിഷ്പക്ഷത കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഇവിടെ എന്നും കോടതികൾ പ്രോ മീഡിയ ആണ്. അവരെന്നും മാധ്യമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന മീഡിയയാണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. അപ്പൊ ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം മീഡിയ വണ്ണിന് അഗൻസ്റ്റ് ആയി, അല്ല കോടതികൾ മീഡിയ വണ്ണിന് അഗൻസ്റ്റ് ആയി എന്ന് ചിന്തിക്കുന്നതിൽ അതൊരു യുക്തിയില്ല. ശരി. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ അപ്പോൾ അങ്ങ് പറയുന്നത് എന്താണ്? ഈ പ്രത്യേക ചാനൽ നടത്തുന്ന ചില ഇടപാടുകളിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് ഞാൻ അങ്ങ് യോജിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ഞാൻ ഈ അവസരത്തിൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ പൊതുമേഖലയിലും നിയമവേദികളിലും ചർച്ച ചെയ്യപ്പെടണം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ, ഈ മീഡിയ വൺ അല്ലാത്ത മറ്റു മാധ്യമങ്ങളിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇതിനോടകമായി പുറത്തു വന്നിരിക്കുന്ന മീഡിയ വൺ ബാനിന് പിന്നിലും അതിന്റെ ഒപ്പവും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന വിപുലമായ ഒരു വിവരങ്ങളുണ്ട്. അത്തരം വിവരങ്ങളൊന്നും മീഡിയ വണ്ണിന് തന്നെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. മീഡിയ വണ്ണിനെ നിഷേധിക്കുന്നുണ്ട് ശ്രീ ജോസൂട്ടി ഒഴികെ. അത് നിഷേധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ വെറുതെ നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന് പിന്നിൽ എന്തൊക്കെ തെളിവുകളാണോ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അല്ലെ മീഡിയകളിലൂടെ പുറത്തു വരുന്നത്, ആ തെളിവുകളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള നിഷേധങ്ങൾ നടത്തുവാൻ അവർക്കായിട്ടില്ല. അങ്ങേ ആശങ്കപ്പെടുത്തുന്ന ഏത് വിഷയമാണുള്ളത്? മീഡിയ വണ്ണിന്റെ ടെലികാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് അങ്ങേ ആശങ്കപ്പെടുത്തുന്ന എന്ത് വിഷയമാണ്? മീഡിയ വണ്ണിന്റെ ടെലികാസ്റ്റിംഗിന്റെ അകത്തുകൂടെ പോകുമ്പോൾ ഓരോ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും അവരൊരു ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടെ സാമൂഹ്യമായി നിരീക്ഷിക്കുന്നവർക്ക് കാണാൻ പറ്റും. പൊതുസമൂഹത്തിലെ ചില വിഭാഗങ്ങളുടെ പൊതു സ്വീകാര്യത തകർക്കുക എന്ന ലക്ഷ്യം പ്രകടമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചില മീഡിയകൾ നടത്തുന്നുണ്ട്. മീഡിയ വൺ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയ എന്ന ഒരു വിഷയം ഈ നാട്ടിൽ വല്ലാതെ വളർത്തുന്നതിൽ ഒരുപക്ഷെ ചെറുതല്ലാത്ത പങ്ക് അവർക്കുമുണ്ട്. അവർക്ക് മാത്രമല്ല അവർക്കുമുണ്ട്, മറ്റുള്ളവർക്കുമുണ്ട്, അവർക്കുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ജനാധിപത്യത്തിന് അകത്ത് നിൽക്കുമ്പോൾ അത് രാജ്യസുരക്ഷയ്ക്ക് ചേരുന്നതായിരിക്കണം. അത് ജനങ്ങൾക്കിടയിൽ ഒരു സൗഹൃദവും സമുദായങ്ങൾക്കിടയിൽ സൗഹൃദവും ഉണ്ടാക്കുന്നതായിരിക്കണം. അപ്പോ ഇവിടെ മീഡിയ വണ്ണിന്റെ പ്രവർത്തനങ്ങളെ സംശയദൃഷ്ടിയോടെ കാണേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. അത് ഇതിനോടകം സാമൂഹിക നിരീക്ഷകർ തന്നെ അത് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല, മതവുമില്ല, അല്ലാതെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ശരി, ഞാൻ അതിലേക്ക് എന്താണെങ്കിലും എനിക്ക് അതിന് വ്യക്തത വേണം. അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ കോടതിയുടെ ഇന്നലത്തെ വിധിപ്പകർപ്പ് അങ്ങ് വായിച്ചിട്ടുണ്ട് ഞാൻ കരുതുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ നേച്ചർ, ഇമ്പാക്ട്, ഗ്രാവിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് ദ ഇഷ്യൂ ഈസ് നോട്ട് ഡിസേണബിൾ ഫ്രം ദ ഫയൽസ്, but at the same time there are clear and significant indications impacting the public order and security of the state. എന്ന് വെച്ചാൽ ഒറ്റ വായനയിൽ പറഞ്ഞാൽ രണ്ട് വാക്കുകളും തമ്മിൽ ഒരു 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 പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നില്ലേ? കാരണം ഒന്ന്, ഇതിന്റെ ഗ്രാവിറ്റി ഇവര് കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച ഫയലുകളിൽ വ്യക്തമല്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. എന്നാലും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മളൊരു പ്രശ്നമില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ആരെയും ഒരു രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് ഒരു സീൽഡ് കവറിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചാൽ ആർക്കും ഏത് ഘട്ടത്തിലും ബാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടായാൽ, അതിപ്പോ UPA ഭരിച്ചാലും BJP ഭരിച്ചാലും NDA ഭരിച്ചാലും അങ്ങനെ ഒരു സാഹചര്യം രാജ്യത്തുണ്ടാകുന്നത് അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ കൂടി അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ആശങ്കയ്ക്കുള്ള വകയില്ലേ? കോടതി അത് ഈ ഫയൽസിൽ നിന്നൊന്നും അങ്ങ് ആരോപിക്കുന്ന പോലുള്ള ഒരു കൃത്യമായ ക്ലാരിറ്റി ആ വിഷയത്തിൽ കോടതിയുടെ മുമ്പിലുള്ള ഫയലിൽ ഇല്ല എന്ന് തന്നെയുള്ള നിലപാട് കോടതിക്കുണ്ട്. രണ്ടാം ഘട്ടത്തിൽ കോടതി അതിനെ ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ താങ്കൾ പറഞ്ഞത് ഉത്തരം പറയേണ്ടത് ഞാനല്ല,
ഉത്തരം പറയേണ്ടത് കോടതിയിലാണല്ലേ? ഹൈക്കോടതിയാണ്. തീർച്ചയായും ഞാൻ ചോദിക്കുന്നത് കാരണം അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒരു മിനിറ്റ് സാധൂകരിക്കാൻ സർക്കാർ സാധിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായും ഞാൻ എൻ്റെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും മജിസ്ട്രേറ്റ് കോടതിയെയും ജില്ലാ കോടതിയെയും വിശ്വസിക്കുന്ന ഒരു പൗരനാണ്, പ്രത്യേകിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ. കൂടുതലും ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി, അല്ലെങ്കിൽ അത് സിംഗിൾ ബെഞ്ചിലെ ജഡ്ജി ആയാലും ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജി ആയാലും സുപ്രീം കോടതിയിലെ ജഡ്ജി ആയാലും, നമ്മൾ അവരുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫാക്സ്, ആ ഫാക്സ് വായിച്ചു നോക്കാതെ, അല്ലെങ്കിൽ ആ ഫാക്സിൽ പൊള്ളയായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കില്ല. നമ്മൾ ഈ വിഷയത്തിൽ തന്നെ ചില കാര്യങ്ങളിലേക്ക് തിരിച്ചു വരണം. ഞാൻ ഒന്നും കൂടി ശ്രീകുമാറിനെ പ്രകോപിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ പ്രകോപനത്തിൽ അദ്ദേഹം പെട്ടില്ല. രണ്ടാമത്തെ ഒന്നും കൂടി പ്രകോപിപ്പിക്കുക. കാരണം അദ്ദേഹം പറയുന്നതനുസരിച്ച് മാധ്യമം ചാനൽ എന്ന് പറയുന്ന, മാധ്യമം എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു ചാനലാന്ന് പറഞ്ഞു. ഈ മാധ്യമം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ശ്രീകുമാറിന് നന്നായി അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അറിയാതിരിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല. അപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? ജമാഅത്തെ ഇസ്ലാമി 2014 എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലം, അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തായ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലം, 2014 ജനുവരി മാസം 28, ഈ വക്കീലായതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ എടുത്തു വെക്കും ശ്രീകുമാറെ, പത്രക്കാരെന്ന നിലയിൽ നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. 2014 ജനുവരി മാസം 28 UDF ഗവൺമെന്റ് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന വരിയുണ്ട്: ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളാത്ത വർഗീയ വിദ്വേഷം പരത്തുന്ന, ഇന്ത്യൻ ഭരണഘടനയുടെ സന്ദേശം ഉൾക്കൊള്ളാത്ത ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് 2014 ജനുവരി മാസം 28 UDF ഗവൺമെന്റ് ഹൈക്കോടതി കൊടുത്തിട്ടുള്ള അഫിഡവിറ്റാണ്. ഈ അഫിഡവിറ്റിനെ കുറിച്ച് നമ്മുടെ ദേശാഭിമാനി പത്രം, അതും കൂടിയോ, 2020 ഡിസംബർ മാസം 6 ഈ സാധനം കോട്ട് ചെയ്തിട്ട് ദേശാഭിമാനി പത്രത്തിൽ വന്നിരുന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മാധ്യമം പത്രത്തെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മീഡിയ വൺ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം UDF സർക്കാരിന്റെ അഭിപ്രായം, ഞാൻ കോൺഗ്രസിന്റെ എന്ന് പറയില്ല, കാരണം അത് ഞാൻ പറഞ്ഞത് ശരിയല്ല. അപ്പോ ആ അഭിപ്രായം ആയിരുന്നു എന്ന കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു കടലാസിൽ എഴുതിയിട്ട് കൊടുത്താൽ ഉടനെ അതങ്ങോട്ട് വിലക്കോ ഹൈക്കോടതി? ഒരിക്കലുമില്ല. ഞാൻ ഹൈക്കോടതിയുടെ ഒരു വരി, ഇപ്പൊ താങ്കൾ പറഞ്ഞ വരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബെഞ്ച് സൂചിപ്പിച്ച ഒരു വരി ഞാൻ പറയാം. We have persuaded the confidential file. We are convinced there is a threat to a national security. ഞാൻ ഒന്നുകൂടി വെരി സ്പെസിഫൈ ചെയ്ത് പറയാം. We have persuaded the confidential file and we are convinced there is a threat to the national security. എന്നിട്ടാണ് നാഷണൽ സെക്യൂരിറ്റി, വാട്ട് ഇസ് നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്? ആ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റേ കാലാകാലങ്ങളായിട്ട് ഭാരതത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിയെ കുറിച്ച് നാം ചർച്ച ചെയ്തിട്ടുണ്ട്, നാം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ശ്രീകുമാറിനെ പോലെ ഒരു പത്രപ്രവർത്തകനാണല്ലോ മാത്യു സാമുവൽ. ഈ മാത്യു സാമുവൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആന്റി BJP, ആന്റി മോഡിയാണ്. ആ മാത്യു സാമുവലിന്റെ ഇന്റർവ്യൂ വന്നിരുന്നല്ലോ. ആ ഇന്റർവ്യൂവിൽ ഡൽഹിയിൽ നിന്നാണ്, ഒരുപക്ഷെ ഷക്കീന ചാനലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് മാത്യു സാമുവൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മാത്യു സാമുവൽ വളരെ കൃത്യമായി പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ മാത്യു സാമുവൽ ഈ ചാനലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തുടരാം. ഇല്ല, എന്നാ വേണ്ട. ഞാൻ ഡൽഹിയിൽ അദ്ദേഹം ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞ, എനിക്ക് അന്ന് പറഞ്ഞതിന് ക്ലാരിറ്റി എനിക്കുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ തീർക്കാം, ഒരു മിനിറ്റ്. ആ മാത്യു സാമുവലിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ, അതാണ് എന്റെ പോയിന്റ്. മാത്യു സാമുവലിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, വൈ മീഡിയ വൺ ചാനൽ, ഞാൻ ബാൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, വൈ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ക്ലിയറൻസ് കിട്ടാത്തത് എന്നുള്ളത് അദ്ദേഹം പറയുന്നതാണ് കേട്ടോ. ഇന്റർവ്യൂ പറയുന്നത് മീഡിയ വൺ ചാനലിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ട് കാണിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പട്ടാളം ജമ്മു കാശ്മീരിൽ നടത്തുന്ന നരനായാട്ട്, മുസ്ലിം വിഭാഗത്തോട് നടത്തുന്ന നരനായാട്ട്
ആ നരനായാട്ട് അങ്ങേയറ്റത്തെ മതപരമായ പീഡനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വൺ ചാനൽ പ്രസിദ്ധീകരിച്ച പ്രക്ഷേപണം ചെയ്ത വാർത്ത മാത്യു സാമുവൽ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിന്റെ ശരി, ഞാൻ എന്റെ ചോദ്യം ഇതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇത് മാത്യു സാമുവലിന് പോലും മനസ്സിലായി ഇതാകാം കാരണമെന്ന്. പക്ഷേ ഇതാണ് കാരണമെന്നുണ്ടെങ്കിൽ ഇത് മീഡിയ വൺ എഴുതി കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ കൊടുത്ത ഈ റിപ്പോർട്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്. അവിടെ ഈ പ്രശ്നം തീരുകയല്ല. ഈ ചർച്ചയ്ക്ക് പോലും നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ഈ റിപ്പോർട്ട് കൊടുത്തു, മീഡിയ വണ്ണിന് ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യം വരുന്നു. അവർ ആ വിഷയത്തിൽ കോടതിയിൽ പോയാൽ പോലും അതിലൊരു ക്ലാരിറ്റി ഉണ്ട്, ഇതാണ് പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നം അറിയാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നല്ല നമ്മൾ മനസ്സിലാക്കണം. ഇതാണെന്നെങ്കിൽ ഇതൊരിക്കലും ഒരു കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട്, കാരണം ഈ മീഡിയ വണ്ണുമായിട്ട് ഡോക്യുമെന്റ് പോലും നമ്മുടെ ഡൊമൈനിൽ ലഭ്യമാണല്ലോ. അതിലൊന്നും ഈ ഒരു കാര്യമല്ല അവർ പറയുന്നത്. അവർ തമ്മിലുള്ള കത്തിടപാടുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് അവർ അറിയിച്ചിട്ടില്ല ഇങ്ങനെയാണ് കാരണമെന്നെങ്കിലും. അങ്ങനെ അറിയിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ വീണ്ടും ചോദിക്കണം, അങ്ങനെ അറിയിച്ചിട്ടില്ലെങ്കിൽ അത് ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എങ്കിൽ പിന്നെ നമ്മൾ ഈ ചർച്ച പോലും മുമ്പോട്ട് വരേണ്ടതില്ലല്ലോ. സാർ, നിങ്ങൾ ഷക്കീന ചാനലിന്റെ അവതാരകനല്ലേ? മീഡിയ വണ്ണിന്റെ അവതാരകനല്ലല്ലോ. മീഡിയ വണ്ണിന്റെ അവതാരകനെ ഈ ചാനലിൽ വിളിച്ചില്ലേ? അദ്ദേഹം എന്തുകൊണ്ട് ചാനലിൽ പങ്കെടുത്തില്ല? ഒറ്റ സെക്കൻഡ്. മീഡിയ വൺ ചാനലിന്റെ അവതാരകൻ ഈ ചാനലിൽ വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഞാൻ അതിന് മറുപടി പറഞ്ഞാണ്. അതിപ്പോ അങ്ങ് ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് ഒരു മിനിറ്റ്, മീഡിയ വൺ ചാനൽ ചോദിച്ചിട്ടുണ്ടോ? മീഡിയ വൺ ചാനൽ ചോദിച്ചത് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? താങ്കൾ തന്നെ ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞില്ലേ മീഡിയ വൺ ചാനൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അവർക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? അവർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. ഇത് ഗവൺമെന്റ് എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കുറ്റം തന്നെയല്ലേ? അങ്ങനെ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും. കൊടുക്കാൻ പാടില്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് അവർ കോടതി പോയോ? ഐ എം ആസ്കിങ് എന്റെ ചോദ്യം അതാണ്. അല്ല ചോദ്യം ചെയ്യപ്പെടുന്നവർ പറയുന്നത് കാരണങ്ങൾ കാണിക്കാതെ ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു എന്നാണ് അവർ പറയുന്നത്. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾ ചോദിച്ചോ? ഞങ്ങൾ ഇത്ര നമ്പർ കത്ത് പ്രകാരം ചോദിച്ചു, ആ കത്തിന് ഞങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് മീഡിയ ആ കത്ത് ഞാൻ എന്റെ ഒരു ഓർമ്മ, എന്റെ ഒരു അറിവ് 100% എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ 90% എനിക്ക് ഉറപ്പാണ്. കാരണം അവരുടെ ഡോക്യുമെന്റ് അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കത്തിടപാടുകളെല്ലാം ഞാൻ ഷക്കീന ചാനലിന്റെ അവതാരകരോട് വളരെ ബഹുമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരുടെ പ്രൊസീഡിങ്സ് അവരുടെ കോടതി പ്രൊസീഡിങ്സ് മുഴുവൻ നോക്കിയതാണ്. അവരുടെ പ്രധാനപ്പെട്ട ഡിഫൻസ് എന്ന് പറയുന്നത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഈ ലൈസൻസ് പുതുക്കേണ്ട കാര്യമില്ല. ഇത് രണ്ട് കാര്യമാണ് അവരുടെ ഡിഫൻസ്. അതാണ് ഒരു പോയിന്റ്. ഞങ്ങൾ അല്ല, ഒരു മിനിറ്റ്, അതാണ് പബ്ലിക് ആയിട്ട് അവര് മീഡിയ വൺ ചാനൽ വഴി പറഞ്ഞത്. മീഡിയ വൺ ചാനലിൽ അവർ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. മീഡിയ വൺ ചാനൽ കോടതി പോയ സമയത്ത് അവർ പ്രധാനമായി അവർ ഉയർത്തുന്ന, ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് സമയം തന്നെ ഞാൻ ആ പോയിന്റ് മുഴുവൻ ക്ലിയർ ചെയ്യാം. മീഡിയ വൺ ചാനല് കോടതി പോയ സമയത്ത് പറഞ്ഞത് ഞങ്ങളോട് വേണ്ടത്ര രീതിയിൽ എന്തിന് ബാൻ ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങളെ അറിയിച്ചില്ല എന്നാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമായി, പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ ചോദിച്ചോ ഞങ്ങളെ ബാൻ എന്നുള്ള വാക്കല്ല, ഞങ്ങളുടെ ലൈസൻസ് ക്ലിയർ ചെയ്യാത്തതിന്റെ കാരണം എന്ത്? ലൈസൻസ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം. നിങ്ങളുടെ ലൈസൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് അവരെ അറിയിച്ചു. പക്ഷെ അതിന്റെ കാരണം ഞങ്ങളോട് പറഞ്ഞില്ല. കാരണം നിങ്ങൾ ചോദിച്ചോ? അതാണ് അടുത്ത ചോദ്യം. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചുമാണ് ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് അവർ പോയിട്ടുണ്ട്. 2019 ജനുവരി മാസം 7-ാം തീയതി സുപ്രീം കോടതി ഡിജി കേബിൾ നെറ്റ്വർക്ക് യൂട്യൂബിൽ ലഭ്യമാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഡിജി കേബിൾ നെറ്റ്വർക്ക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് നിങ്ങൾ നോക്കൂ, സെയിം തന്നെയല്ലേ കാര്യം? അതിനകത്തും സീല് വെച്ച കവറാണ് കൊടുത്തത്. ശരി, ആ സീല് വെച്ച കവർ കൊടുത്തു, സുപ്രീം കോടതി അത് പരിശോധിച്ചു. അന്ന് അവര് പറഞ്ഞതും ഇത് തന്നെയാണ്, ഞങ്ങളെ അറിയിച്ചില്ല. അന്ന് സുപ്രീം കോടതിയും ചോദിച്ച ചോദ്യം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, പെഗാസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോടതിയുടെ നിലപാടുകൾ വളരെ വ്യത്യസ്തമാണ്. ആർക്കും ആരെയും ഏത് ഘട്ടത്തിലും നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം കൂടെ നമുക്ക് വരാം. അതാണ് അതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, സീൽ കവർ. ആ സീൽഡ് കവറിൽ എന്താണെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയില്ല. സീൽഡ് കവറിൽ ഒന്നുമില്ല. അതാണ് കോടതിയും ചോദിക്കാൻ ഒരു സാധ്യതയോ? സീൽഡ് കവറിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം കോടതിക്കാണ്. എനിക്ക് ശ്രീ എൻ ശ്രീകുമാറിലേക്ക് വരാം. ആ ചോദ്യം, സീൽഡ് കവറിലാണ് ഈ മീഡിയ വൺ എന്തുകൊണ്ട് നിരോധിച്ചു എന്നതിന്റെ ഉത്തരം അത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോ എനിക്കോ അങ്ങേക്കോ തന്നെ അറിയണമെന്നില്ല. പക്ഷേ പെഗാസസ് ഉൾപ്പെടെയുള്ള
വിഷയങ്ങളൊക്കെ വരുമ്പോഴേക്കും നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിൽ ഒരു സീൽഡ് കവറിൽ ആരെയും നമുക്ക് ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല പരാമർശങ്ങളും കോടതി എടുത്തിട്ടുണ്ട്. പെഗാസസ് കേസ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പ്രൈവസി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും അത് വന്നിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോകുമ്പോൾ അങ്ങയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? മറ്റൊരു ട്വിസ്റ്റ് ഈ കേസിൽ ഉണ്ടാകുമെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങ് കരുതുന്നുണ്ടോ? ശ്രീ എൻ ശ്രീകുമാർ. ഇതിലേ നമ്മൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നോക്കണം. തീർച്ചയായും. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഞാനൊരു മാധ്യമ സ്ഥാപനത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിൽ 100-300 ജീവനക്കാരുണ്ട്. അത് കേരളം അംഗീകരിച്ച, പ്രേക്ഷകർ അംഗീകരിച്ച ഒരു ചാനലാണ്. ആ ചാനൽ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. കോടതി അത് പറയുന്നു. കോടതി ഗൗരവമായ ഒരു വിഷയമാണെന്ന് പറഞ്ഞാൽ കോടതി പറയുന്നത് നമ്മൾ അംഗീകരിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം കോടതി അയ്യോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായും. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ചാനലാണ്, ഈ ചാനലിൽ നിന്നിട്ടാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ദോഷം വരാൻ പാടില്ല. അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്, ഗൗരവമായ പ്രശ്നങ്ങൾ. അത് ഒരു നിമിഷം പോലും ഇനി ആ ചാനലിനെ, ഒരു മണിക്കൂർ പോലും ആ ചാനലിനെ സംപ്രേഷണം നടത്താൻ അനുവദിക്കില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വിധിച്ചത്. അപ്പൊ അത്രയും ഗൗരവകരമായ വിഷയമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പൊതുജനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാത്തിനും സാക്ഷികളാണ്. മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സംഭവങ്ങളുടെ സാക്ഷിയാണ്. നമ്മൾ ആ സാക്ഷി പൊതുജനങ്ങളെ അറിയിക്കുന്ന, ഒരു സാക്ഷി കണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകന്റെ കടമ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്താണ് കോടതിയിൽ നടന്നതെന്ന് നമുക്കോ മീഡിയ വണ്ണിനോ അഭിഭാഷകർക്കോ അറിയാൻ വയ്യ. കോടതിക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ആ മുദ്ര വെച്ച കവർ എന്ന് പറയുമ്പോൾ ആ മുദ്ര വെച്ച കവറിൽ എന്താണെന്നുള്ളത് കോടതി വെളിപ്പെടുത്താത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇതില് ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനവും അതുപോലെ RSS എന്നുള്ള പ്രസ്ഥാനത്തേക്ക് ഓരോ ഘട്ടത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളാണ്. കോൺഗ്രസിന്റെ കാലത്ത് RSSന് വലിയ മേധാവിത്വം കൊടുത്തിട്ടില്ല. അതുപോലെ ഇപ്പൊ BJP RSS സംഘപരിവാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് താല്പര്യമില്ലാത്ത മത സംഘടനകളോ അല്ലെങ്കിൽ സമുദായ പ്രസ്ഥാനങ്ങളുടെ ചില തീവ്ര സ്വഭാവമുണ്ടെന്ന് അവർ കരുതുന്ന ചില സ്ഥാപനങ്ങളെ അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് മാധ്യമ സ്ഥാപനങ്ങളെ കയറുഴി വിടുന്നതിന് ആരും അനുകൂലമല്ല. മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കണം. പക്ഷെ ആ നിയന്ത്രിക്കുമ്പോൾ ഇന്ന കാര്യം കൊണ്ട് ഞങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് പറയണം. അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും പാർലമെന്റിലെ നമ്മുടെ MP-മാരെ അറിയിക്കണമായിരുന്നു. അല്ലെങ്കിൽ MP-മാർ ഈ വിഷയം പാർലമെന്റ് ഉന്നയിച്ചതാണ്, അവരെ അറിയിക്കണം. അവരെ അറിയിച്ചിട്ടില്ല. അപ്പൊ സുപ്രീം കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതി ചോദിക്കും, എന്താണ് മീഡിയ വൺ ചെയ്ത ദേശദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അത് വ്യക്തമാക്കൂ. അങ്ങനെ ഓപ്പൺ കോടതിയിൽ അത് വരികയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അറിയാൻ കഴിയുമായിരിക്കും. അതേ നമുക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പൊ എന്റെ മുമ്പിലുള്ള വിഷയം മീഡിയ വൺ ചാനലിൽ നമ്മളെപ്പോഴും ഒരു ചാനലിന് മുമ്പിൽ 24 മണിക്കൂറും നമ്മൾ. ശ്രീ എൻ ശ്രീകുമാർ, ഒരു ചോദ്യമുണ്ട്. ഈ ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഒരിക്കലും അതൊരു പൊതുകോടതിയിൽ ഇങ്ങനെ വന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാകത്തുമില്ല, അല്ലേ? ഉണ്ടാവില്ലായിരിക്കും. അത് അറിയില്ലല്ലോ, കോടതി എങ്ങനെയാ നിരീക്ഷിക്കാൻ അറിയില്ല. പെഗാസസിന്റെ കാര്യത്തില് കോടതി എന്താ പറഞ്ഞത്? ചില കാര്യങ്ങൾ അവർ ചോദിച്ചില്ലേ, അപ്പൊ പറഞ്ഞു അത് സുതാര്യമാണെന്ന് എന്തൊക്കെ പറഞ്ഞു. അതൊക്കെ കോടതി സർക്കാരിനെ വിളിച്ചതും വിമർശിച്ചതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ എന്താണ് പെഗാസസ് എന്തായിരുന്നു? നമ്മുടെ പൗരന്മാരുടെ പ്രമുഖ നേതാക്കളുടെ BJP, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഗോപാലകൃഷ്ണന്റെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ അവർ ചോർത്താൻ ശ്രമിച്ചില്ല. അപ്പൊ അതൊക്കെ സംഭവിക്കും. നാട്ടില് ഒരു ഭരണം നടക്കുമ്പോൾ ആ ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് വിഷയങ്ങൾ ഇടപെടും. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ മുമ്പുള്ള വിഷയം ഒരു ചാനൽ, ആ ചാനൽ 10 വർഷമായി പ്രവർത്തിച്ച ഒരു ചാനൽ, ആ ചാനൽ അനുമതി നിഷേധിച്ചു. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ കാണണം. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അത് മീഡിയ വൺ ഉണ്ടാകണം. അല്ലെങ്കിൽ മീഡിയ വൺ ആരോ ഒരു ചാനലിൽ ഒരു യൂട്യൂബിൽ പറയുന്നത് ആരാന്ന് ഓർമ്മയില്ല, കേന്ദ്രം ഭരിക്കുന്ന അമിത്ഷായാണെന്ന് മീഡിയ വൺ മറന്നുപോയെന്ന്. അപ്പൊ അങ്ങനെ അതാരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അതിനേക്കാൾ ശക്തമായി സംസാരിക്കുന്ന NDTV പോലുള്ള ചാനലുകളാണ്. അവരെ ഒന്നും ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ നിരോധിക്കുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിപ്പോ എന്താ വെച്ചാൽ ഓരോ ഘട്ടത്തിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ കേരള ഗവൺമെന്റ്, നമ്മള് BJP ഗവൺമെന്റിലേക്ക് ഞാൻ പോയിന്നേ ഉള്ളൂ, വിഷയം അവിടെ കിടക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് കാര്യം എന്താണ്? കേരള ഗവൺമെന്റും ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ലേ? സംശയമില്ലാത്ത കാര്യമല്ലേ? കേരളത്തിലെ ഗവൺമെന്റ് ഇതൊക്കെ തന്നെ സ്ഥിതി. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഞാനൊരു കോൺഗ്രസ് സഹയാത്രികനാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത്, ഞാൻ സംശയമില്ല. പിന്നെ മാധ്യമങ്ങൾ സ്വാതന്ത്ര്യം ഇല്ലാതൊരു കാലം ഉണ്ടായിരുന്നു, അതായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലം. അത് വ്യത്യസ്ത കാലമായിരുന്നു. അതല്ലാതെ കേന്ദ്രത്തിലെ വിമർശിക്കുകയോ ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുകയോ ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് എടുത്താല് മാധ്യമങ്ങളെ വിലങ്ങിട്ടിട്ടുണ്ട് ഉള്ള ഒരു പരിപാടിക്ക് കോൺഗ്രസ് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ കാലം മാറി.
അപ്പൊ കാലം മാറുമ്പോൾ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഭരണാധികാരികളുടെ അവരുടെ ഒരു താല്പര്യമാണ്, സംശയമില്ല. കേരളത്തിലുണ്ടത്. നമ്മൾ കേന്ദ്രത്തിലേക്കൊന്നും പോകണ്ട, കേരളത്തിലുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് അങ്ങനെ? എന്ത് ഉദാഹരണമാണ് അങ്ങ് മുമ്പോട്ട് വെക്കുക? ഒരു മാധ്യമ ഒരു മുഖ്യമന്ത്രി വിളിച്ച ഒരു ചർച്ചയില് ക്ഷണിക്കപ്പെട്ടു പോയ മാധ്യമങ്ങളുടെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് കവർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകർക്കില്ല. അപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി എന്താ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നതെന്ന് പറയുന്നു. എന്നിട്ട് പോലും കടത്തിയിരുത്തിയില്ല. എന്തായിരുന്നു ചർച്ച ചെയ്ത വിഷയം? രണ്ട് സംഘടനകൾ തമ്മിലുള്ള, മതസംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള ചർച്ച. അതെന്താ മാധ്യമങ്ങൾക്ക് കേട്ടുകൂടെ? ഇനി അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. UDF ഭരിക്കുന്ന കാലത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നിയമസഭാ റിപ്പോർട്ടിങ്ങിന്റെ ഒരു പാസ് ഇഷ്യൂ ഉണ്ട്. RS ബാബുവിന് പാസ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട വലിയൊരു കേസ് നടന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഭരണാധികാരികൾ മൊത്തത്തിൽ ചില കാര്യങ്ങളിൽ ചില നടപടികൾ എടുക്കാറുണ്ട്. അത് തെറ്റ്. നിലപാടുകൾ പല ഘട്ടങ്ങളിൽ പല സർക്കാർ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്, കാരണം ഏത് ചാനലായാലും ഏത് ദേശീയ മാധ്യമങ്ങളായാലും അവരെല്ലാവരും ഭരിക്കുന്ന മോദി ഗവൺമെന്റിന് അനുകൂലമായ നിലപാടെടുക്കുകയാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖപത്രമായ വീക്ഷണത്തെ പോലും കൂച്ചുവിലങ്ങിടാൻ 4 വർഷം മുമ്പ് ശ്രമിച്ചിരുന്നു. അത് ഗോപാലകൃഷ്ണൻ മറന്നുപോയതാണ്. PT തോമസ് അതിന്റെ MD ആയിരിക്കുന്ന സമയത്ത്, മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് വീക്ഷണം പത്രത്തെ കൂച്ചുവിലങ്ങിടാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു. കാരണം കോൺഗ്രസിന്റെ മുഖപത്രമാണെന്ന് പറഞ്ഞുകൊണ്ട്, അത് അറിഞ്ഞുകൊണ്ട്. അത് പക്ഷെ അത് അവര് തരണം ചെയ്ത് പുറത്തേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പക്ഷെ ഇപ്പോൾ അതിൽ പല ഘട്ടങ്ങൾ കാണണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഷക്കീന ചാനലിൽ വന്നിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ലെന്ന് മാത്രമേ മനസ്സിലാവും. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസൂട്ടി ഒഴികയിൽ ഇവിടെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഒക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഒരു ചാനൽ, ആ നിലയ്ക്കാണ് പ്രധാനമായിട്ടും ഈ ചാനലിനെ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ സംശയത്തിന് നിഴലിൽ വരാനുള്ള ഒരു കാരണം ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങ് ഈ ഒരു റിലേഷൻഷിപ്പിന് അപ്പുറത്തേക്ക്, ഈ ഒരു ബന്ധത്തിന് അപ്പുറത്തേക്ക് ഈ ഒരു വിലക്കിന് മറ്റെന്തെങ്കിലും തലം അങ്ങ് നോക്കി കാണുന്നുണ്ടോ? ഇത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അതിനെന്തെങ്കിലും സന്ദേശമുണ്ടോ? എന്താണ് അങ്ങ് അതിനെ നോക്കി കാണുന്നത്? ഞാൻ അതിനെ നോക്കി കാണുന്നത്, ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെക്കാളും തീവ്ര നിലപാടുകളുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട്, മതപ്രസ്ഥാനങ്ങളുമുണ്ട്. പക്ഷേ എത്രമാത്രം വലിപ്പത്തിൽ, എത്രമാത്രം പരപ്പിൽ ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നു, ഇന്ത്യയുടെ പേര് അല്ലെ ഇന്ത്യയുടെ യശസ് അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് തലത്തിലുണ്ടാകുന്നു? വാർത്ത വരുന്നതും ആ വാർത്ത വിദേശ രാജ്യത്തുള്ള അല്ലെങ്കിൽ അന്തർദേശീയ വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ മോശമാക്കാൻ ഉപയോഗിക്കാവുന്ന മേഖലകളിലേക്ക് വളർത്തുന്നതും രണ്ടാണ്. അപ്പൊ ഇവിടെ വ്യക്തമായും കൃത്യതയോടുകൂടിയും പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം അതാണ്. എന്നാൽ അതിലൊക്കെ ഉപരിയായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്, വളരെയധികം വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ ചാനലിന്റെ സമീപനം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ജനാധിപത്യപരമായിരുന്നിട്ടില്ല എന്ന് നിരീക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഇപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും തെളിച്ച് പറയാവുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇപ്പൊ കേരളത്തിൽ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പോ ബാൻ വന്നു എന്നതുകൊണ്ട് അത് അന്തിമമല്ല. ഇത് ബാൻ വന്നു എന്നുകൊണ്ട് ഇത് അവസാനമല്ലല്ലോ. ഇവർക്ക് ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, ഡിവിഷൻ ബെഞ്ചിൽ പോയി സുപ്രീം കോടതിയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇതേ പ്രശ്നം, ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രശ്നം ഇവർക്ക് കൊണ്ടുവരാം. മാധ്യമമല്ലേ, മറ്റ് സംവിധാനങ്ങളിലൂടെ കൊണ്ടുവരാം ഇതിന്റെ ശരികളും തെറ്റുകളും ഒക്കെ. അപ്പോ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലം കിട്ടിയാൽ മറ്റു മാധ്യമങ്ങൾക്കും അതിൻ്റെ അകത്ത് നിലപാടുകൾ എടുക്കാമല്ലോ, ഒരു മാധ്യമത്തിന് മാത്രമല്ലല്ലോ. അപ്പൊ ഇവിടെ ഇതൊരു അന്തിമമായ ഒരു കാര്യമല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തെ അങ്ങനെ തന്നെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന് ഇതിലേക്ക് അതിന് ചുരുക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷെ അത് വെച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന രീതിയിൽ അതിന് ചുരുക്കാൻ പാടില്ല. അതിനേക്കാളും വലിയ തലം ഉണ്ട്. ആ ഒരു വലിയ തലമാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഓർക്കേണ്ടത്, ജനാധിപത്യം നൽകുന്ന ആ സുഖവും സുരക്ഷിതത്വവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതറ്റം വരെ വേണേലും പോകാം. പക്ഷെ ആ സുഖവും സുരക്ഷിതത്വവും ഉപയോഗിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് നൽകേണ്ട യഥാർത്ഥത്തിൽ കൂച്ചുവിലങ്ങല്ല, നിയന്ത്രണമല്ല, മറിച്ച് മാധ്യമങ്ങളിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ സാമൂഹിക അവബോധമാണ്. ആ അവബോധം എന്ന് പറയുന്നത് ജനാധിപത്യത്തെയും മതസൗഹാർദ്ദത്തെയും സാമൂഹ്യ ഘടനകളെയും ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. അത്തരം ശക്തിപ്പെടുത്തലിന്റെ തലത്തിലേക്ക് വരുമ്പോൾ
ഉപരിവിപ്ലവപരമായി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി എന്നുകൊണ്ട് മാത്രം അതിനെ ശക്തിപ്പെടുത്തുന്നില്ല. അത് ദീർഘകാലമായ പ്രവർത്തനത്തിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ്. ഇപ്പൊ തന്നെ 2021 ഇവർക്ക് നോട്ടീസ് കിട്ടി. ആ നോട്ടീസ് കിട്ടിയ വിവരം യഥാവിധി ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം പോലും യഥാവിധി ജനങ്ങളുമായിട്ട് അറിയിക്കുകയോ അതിന്റെ പ്രശ്നങ്ങൾ ആ തരത്തിൽ പൊതു ചർച്ചയാക്കുകയോ ചെയ്യാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് അന്ന് മുതൽ പറയാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അവിടെ ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢത എന്താണെന്ന് മാധ്യമമാണ് പുറത്തു പറയേണ്ടത്. ബാക്കി ഒരു പത്രത്തിനാണ് ഇങ്ങനെ വരുന്നെങ്കിലോ അവരാദ്യം പറയുന്നത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ പോകുന്നു എന്ന് അവർ പറയുമായിരുന്നു. അത് പറയാതെ അവസാന പോയിന്റിൽ വന്നു. ഇവിടെ അതിന്റെ അകത്തൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നപ്പോഴൊക്കെ അത് വളരെ രഹസ്യമാക്കി വെച്ചു. അപ്പൊ അതുകൊണ്ട് ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള മീഡിയ വണ്ണിനകത്ത് നടന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇത്തരം ഒരു സംഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാ മാറ്റങ്ങളും, ഒരു മാറ്റമല്ല, അതിന്റെ അകത്ത് പല മാറ്റങ്ങൾ നടന്നല്ലോ. അത്തരം മാറ്റങ്ങളെല്ലാം ഇതുപോലൊരു സംഭവം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. അത് പക്ഷെ പാളിപ്പോയതിന്റെ ഒരു ദുഃഖം ഒരുപക്ഷെ അവർക്കുണ്ടാവും. അതിനകത്ത് ചില ആളുകൾ ബലിയാടുകളായേക്കോ എന്നൊരു ആശങ്കയിലാണ് ഇപ്പോ മാധ്യമലോകം മൊത്തത്തിൽ നിൽക്കുന്നത്. 350-400 പേർ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. 350-400 പേരുടെ ജോലിയല്ല, മറിച്ച് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഈ സമൂഹത്തിന്റെ ആന്തരിക ഘടനയിൽ ഉണ്ടാക്കുന്ന അപജയങ്ങൾ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താൻ കഴിയുന്നിടത്താണ്. അതുകൊണ്ട് ആ ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ മീഡിയ വണ്ണിനെ ന്യായീകരിക്കാൻ അധികമുണ്ട് എന്ന് എനിക്കിപ്പോൾ അഭിപ്രായമില്ല. ശരി, പക്ഷേ ഇവിടെ പ്രശ്നം അങ്ങ് ഈ പറയുന്നത് സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലിൽ മാത്രമാണ് അവർക്ക് ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവർ ഡിജിറ്റൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർ സജീവമാവുകയാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങ് പറയുന്ന ആരോപിക്കുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളുടെ വൈരുദ്ധ്യമുണ്ട്. എങ്കിൽ പോലും അത് ടെലിവിഷനിലൂടെ മാത്രമല്ലേ ഇല്ലാണ്ടാകുന്നുള്ളൂ, പാരലൽ മീഡിയയിലൂടെ അത് സാധ്യമാവുകയാണ്. അപ്പോൾ പിന്നെ ആ നിരോധനം കൊണ്ട് എന്താണ് കാരണം എന്നൊരു ചോദ്യവും വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. അതിലൊരു വലിയ വ്യത്യാസമുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയിലെ ആശയങ്ങൾ മാത്രമല്ല, ആശാസ്യവും അനാശാസ്യവുമായ ധാരാളം ഉണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അത് ജനങ്ങളെ അന്വേഷിച്ചെന്ന് കണ്ടെടുത്തുവാണ് ചെയ്യുന്നത്. TV എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തീൻമേശയിലേക്ക്, അവരുടെ സ്വീകരണ മുറിയിലേക്ക്, അവരിലേക്ക് എത്തുകയാണ്. മറ്റത് അങ്ങനെ എത്തുന്നില്ല. എനിക്കിപ്പോ അറിയണമെങ്കിൽ അങ്ങോട്ട് പോകാം. അതുപോലെയുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. അത് ഇതിന് രണ്ടാണ്. അതുകൊണ്ട് അതിലവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അതിലവർ ചെയ്തോട്ടെ. അതിനെ പുറകെ പോകുന്നവരെ പോട്ടെ. അവിടെ അഭിപ്രായങ്ങൾ പറയാം, വ്യക്തികൾക്ക് അഭിപ്രായങ്ങൾ പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചാനലിന് അഭിപ്രായങ്ങൾ പറയാം. ആ സ്വാതന്ത്ര്യം അവിടെ നിന്നുകൊള്ളട്ടെ. മറിച്ച് ആ സ്വാതന്ത്ര്യത്തിലൂടെയും ഇവർക്ക് ഈ പ്രൊപ്പഗാൻഡ നടത്താമല്ലോ. ഇതൊരു ജനാധിപത്യമാണല്ലോ. ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണല്ലോ ജനാധിപത്യത്തിന്റെ വിവക്ഷ. ആ ജനങ്ങളുടെ പൊതു താല്പര്യത്തിനകത്തേക്ക് ഇത് ഉയർന്നു വന്നാൽ കേന്ദ്ര സർക്കാരിന് ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ പൊതു താല്പര്യത്തിന്റെ തലത്തിലേക്ക് വളർത്താൻ മാധ്യമത്തിന് സാധിക്കുമെങ്കിൽ അവർ ചെയ്യട്ടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ഞാൻ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഞാൻ മനസ്സിലാക്കുന്നത് 350ഓളം ജോലിക്കാരുള്ള ഒരു വലിയ മാധ്യമ സ്ഥാപനം കേരളത്തിൽ 10 വർഷമായി പ്രക്ഷേപണം നടത്തിക്കൊണ്ടിരുന്ന, സംപ്രേഷണം നടത്തിക്കൊണ്ടിരുന്ന മാധ്യമ സ്ഥാപനം അതിന്റെ സാറ്റലൈറ്റ് ടെലികാസ്റ്റിംഗ് അവസാനിപ്പിക്കുന്ന ഘട്ടം വരുന്നു. ഒരു പക്ഷേ കോടതിയിലേക്ക് പോയാൽ പോലും അങ്ങ് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളിലേക്കും അതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഒരു വിധിയിലേക്ക്, ഒരു അന്തിമമായിട്ടുള്ള കോടതിയുടെ ജഡ്ജ്മെന്റിലേക്കൊക്കെ വരിക. കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയം കൂടിയാണല്ലോ. എന്നിരുന്നാലും മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ മാറ്റിവെച്ചെങ്കിൽ പോലും ഒരു ചാനലിൽ ഒരു 350ഓളം ജോലിക്കാരുടെ ഒരു തൊഴിൽ സുരക്ഷ പോലും പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ അതിനെ മറ്റൊരു അർത്ഥത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അവരുടെ ഒരു പുനരധിവാസം അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സാധ്യതകൾ തേടിക്കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു തൊഴിൽ പ്രതിസന്ധി കൂടെ ഇവിടെ വരുന്നില്ല. ഒന്നാമത് മാധ്യമ മേഖല എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയും പോകുന്ന ഒരു കാലം, എല്ലാ അർത്ഥത്തിലും ലാഭമില്ലാത്ത ഒരു ബിസിനസ്സായി മാധ്യമം മാറുന്ന ഒരു കാലം. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം, ധാർമ്മികതയുള്ള മാധ്യമ പ്രവർത്തനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ, ഈ ഒരു തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുക? 350 പേരെ ആണോ നാം കാണേണ്ടത്? 135 കോടി ജനങ്ങളെയാണോ നാം കാണേണ്ടത്? ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാതിരിക്കാൻ നല്ലത്. വാസ്തവത്തിൽ അങ്ങനത്തെ ഒരു അങ്ങേയറ്റത്തെ ഒരു വിധ്വംസക പ്രവർത്തനം നടത്തുന്നതിന്റെ കൂടെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് അവിടെ അവിടുത്തെ ജോലിക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മം അതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ ബാങ്ക് കൊള്ള ചെയ്യുന്നു. ആ കൊള്ളക്കാർ പറയാണ് ഞങ്ങൾക്ക് ഭാര്യയും മക്കളും ഉണ്ട്, ആ ഭാര്യയും മക്കൾക്കും വേണ്ടിയാണ് ഞങ്ങൾ കൊള്ള ചെയ്തതെന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനെ വെറുതെ വിടാൻ പറ്റുമോ?
പണ്ട് നമുക്കറിയാമല്ലോ രത്നാകരൻ എന്ന് പറയുന്ന കള്ളൻ, ആ കള്ളൻ എങ്ങനെയാണ് വാൽമീകി ആയതെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ ചാനൽ ചർച്ചയിൽ രാമായണം കൊണ്ടുവന്നു പറയാം. കാരണം അങ്ങനെയാണല്ലോ സിംഗിൾ ബെഞ്ചിന്റെ ഡിവിഷനിൽ ഒരു ശ്ലോകം ചർച്ച ചെയ്യപ്പെട്ടത്. അത് വിവാദമായിട്ട് എല്ലാ ജഡ്ജ്മെന്റിലും ശ്ലോകങ്ങളുണ്ട്. അതൊരു ജഡ്ജ്മെന്റ് വായിക്കാത്തതുകൊണ്ടാ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തായാലും ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രീകുമാർ ആദ്യം പറഞ്ഞു ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയം പറയുന്നു, ഞാൻ മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് മാധ്യമ കാര്യം പറയുന്നു. പക്ഷെ അവസാനം ഇപ്പൊ എന്തായി, ഞാനൊരു കോൺഗ്രസ് സഹയാത്രികനാണെന്നും ഞാൻ എന്റെ രാഷ്ട്രീയം എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമേ മാധ്യമ സ്വാതന്ത്ര്യം ഉള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും കൃത്യമായി പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് അല്ല, ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് പരസ്പരം അറിയാലോ. നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയാം. അപ്പോ അതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കാം. UP പോലീസ് അറസ്റ്റ് ചെയ്ത കാപ്പന് വേണ്ടി നിങ്ങൾ ചർച്ച ചെയ്തല്ലോ ധാരാളം. അവിടെയും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ് കാപ്പന് വേണ്ടി രംഗത്ത് വന്നത്, KUWJ ഒക്കെ. തീർച്ചയായും അപ്പോ അതേ ആ കാപ്പനെതിരായിട്ട് ഉള്ള ആരോപണം നിലനിന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ അർണാബ് ഗോസ്വാമി മാധ്യമ പ്രവർത്തനല്ലേ രംഗത്ത് വന്നില്ലല്ലോ. അതെന്താ കാരണം? അതൊരു രാഷ്ട്രീയമില്ലേ? രാഷ്ട്രീയം നിങ്ങൾ അർണാബ് ഗോസ്വാമിക്കെതിരെ പ്രതിഷേധം ഉണ്ടായില്ല രാജ്യത്ത്? കേരളത്തിലുണ്ടായില്ല. ഇവരാരും പ്രതിഷേധിച്ചില്ലേ? കേരളത്തിൽ ചാനൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകത്തില്ല. ചാനൽ ചർച്ചയിൽ ഗോസ്വാമിക്കെതിരായിട്ടുണ്ടായ ഒരു മാധ്യമ പ്രവർത്തകനും അർണാബ് ഗോസ്വാമിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചില്ല. ഒട്ടും ശ്രീകുമാർ സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് മാധ്യമങ്ങൾക്ക് ഭയങ്കര എല്ലാവിധ അവകാശങ്ങളും. അർണാബ് ഗോസ്വാമിയോട് എന്ത് നിലപാടാണ് മഹാരാഷ്ട്ര സർക്കാർ സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തില്ല. ഇവിടെ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കണം. അത് മാധ്യമ പ്രവർത്തകർ ചിന്തിക്കണം, മീഡിയാവണ്ണം ചിന്തിക്കണം, ഷക്കീന ചാനൽ ചിന്തിക്കണം, BJP ചിന്തിക്കണം, ഗോപാലകൃഷ്ണൻ ചിന്തിക്കണം, പ്രമോദരാമൻ ചിന്തിക്കണം. ഇവിടെ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ചോദിച്ചു. ഞാൻ ഒരൊറ്റ വാക്കുകൾ ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ 2021 തൊട്ട് ഈ മീഡിയ വൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ അതിന്റെ നിറം മാറ്റി, അതിന്റെ കളർ മാറ്റി, അതിന്റെ പലതും മാറ്റി, അതിൽ അവതാരന്മാരെ മാറ്റി. ഈ അവതാരന്മാരെ സ്മൃതി പരുത്തിക്കാടിനെ ഞാൻ പേരെടുത്തെന്ന് പറയാം. സ്മൃതി പരുത്തിക്കാടിനെ മാതൃഭൂമിയിൽ നിന്ന് മീഡിയ വണ്ണിലേക്ക് കൊണ്ടുവരുമ്പോൾ മീഡിയ വൺ പറഞ്ഞിരുന്നോ സ്മൃതിയോട്, ഞങ്ങൾക്ക് ഇതിന്റെ ലൈസൻസിന്റെ ക്ലിയറൻസിന്റെ പ്രോബ്ലം ഉണ്ട്, അതിൽ കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ കുറച്ചു കാലം നിൽക്കേണ്ടി വരും, വളരെ കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞിരുന്നോ? പ്രമോദ് രാമനോട് പറഞ്ഞിരുന്നോ? ഇല്ല. അവിടെ എന്താ അവിടെ വളരെ കൃത്യമായ കാര്യം. അത് സ്വരാജ് ഉണ്ടല്ലോ, നമ്മുടെ CPM നേതാവ് സ്വരാജ് പറഞ്ഞ പോലെയാ. ജമാഅത്തെ ഇസ്ലാമിയുടെ ചന്തയിലെ വിൽപ്പന ചരക്കാണ് ഇവരെല്ലാം. ഇവരുടെ മുഖം വെച്ചുകൊണ്ടുള്ള കളിയായിരുന്നു. ആ കളിയിൽ പെട്ടില്ല. പണ്ട് ഏക്കാനിക്ക് ഒരു മമത ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു കൊടുത്തു. ഇവിടെ മമത്വം ഇല്ലപ്പാ. ഇവിടെ രാഷ്ട്രത്തോടാണ് മമത്വം, ഇന്ത്യയോടാണ് മമത്വം. അതിനർത്ഥം അവർക്ക് ഇന്ത്യയോട് മമത്വം ഇല്ലാന്നല്ല. ശരി, ഇന്ത്യയോടാണ് മമത്വം. മീഡിയ വൺ ചാനലിനോട് അല്ലെങ്കിൽ രാജ്യവിരുദ്ധത കാണിക്കുന്ന ആരോടും മമത്വമില്ല. അതുകൊണ്ട് പൂട്ടുള്ളവർ പൂട്ടേണ്ടി വരും. അതിൽ 350 അല്ല 3500 പേര് പണിയെടുക്കുന്നുണ്ടെങ്കിലും അത് ഒരു രക്ഷയില്ല. രാജ്യവിരുദ്ധതയുള്ള ഒരു സ്ഥാപനത്തിലും പണിയെടുക്കാതിരിക്കുക. ഷക്കീന ചാനലിലേക്ക് അവരെ കൊണ്ടുവരിക, അവരെടുക്കുക. ഇത് എനിക്ക് പറയാനുള്ളൂ. ഞാൻ തിരിച്ചു വരാം. ഞാൻ അവസാനത്തിലേക്ക് വരിക, തിരിച്ചു വരാൻ സമയമില്ല. ശ്രീകുമാർ, ഏറ്റവും അവസാനം അർണാബ് ഗോസ്വാമിയെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്നിരുന്നാലും ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊരു മാധ്യമ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ രാജ്യസുരക്ഷയും എന്ന ഡിബേറ്റ് വീണ്ടും ചൂടാകുന്ന ഒരു സാഹചര്യമാണോ, അതോ അതിനപ്പുറത്തേക്ക് കോടതിയിലെ അവസാന വിധിക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന നിലപാടാണോ അങ്ങേക്കുമുള്ള ഈ ഘട്ടത്തിൽ? അല്ല, മീഡിയ വൺ ചാനലിന്റെ ഭാവിയെ കുറിച്ച് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ. അല്ല, പ്രവചിക്കാനല്ല, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. കാരണം കോടതിയുടെ കയ്യിലാണ്. കോടതി എന്താ തീരുമാനിക്കുക എന്നുള്ളത് നിൽക്കട്ടെ. പക്ഷെ മീഡിയ വൺ ചാനലിലെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ അവരെ ഇങ്ങനെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ചാനലിൽ ജോലി ചെയ്യാൻ പാടില്ലാന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന കാര്യമുള്ളൂ. ഒരു മനുഷ്യൻ പട്ടിണി കിടന്നിട്ട്, മധു എന്ന ഒരു ആദിവാസി പട്ടിണി കിടന്നിട്ട് അദ്ദേഹത്തെ തല്ലിക്കൊന്നതിന് ശേഷമുള്ള കഥകളുള്ള നാടാണ് കേരളം. അപ്പൊ ഒരു കുടുംബമാണെങ്കിലും കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതൊക്കെ ഒരു മാധ്യമപ്രവർത്തകന്റെ ജീവനാണെങ്കിലും വലിയ വിലയുണ്ട്, അത് ആ സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ അറിയുന്നില്ലല്ലോ, ഗോപാലകൃഷ്ണൻ അവർ ഏത് ചാനലിലാണെന്ന് അറിയുന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം,
പിന്നെ ഒരു രീതി ഈ ദേശസുരക്ഷ എന്ന് പറയുന്നത് ആരാണ് തീരുമാനിക്കുന്നത്? ദേശസുരക്ഷ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ അത് ദേശസുരക്ഷയ്ക്ക് വിരുദ്ധവും, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ ദേശസുരക്ഷയ്ക്ക് വിരുദ്ധവും. അപ്പൊ ആര് പറഞ്ഞാൽ ദേശസുരക്ഷ എന്ന് പറയുന്നത്? ദേശസുരക്ഷയെ കുറിച്ച് രാജ്യസുരക്ഷ എന്നുള്ള ഡിഫിനിഷൻ വളരെ വലിയൊരു ചോദ്യമാണ്. അത് വലിയ ചോദ്യമാണ്. രാജ്യസുരക്ഷയെ കുറിച്ച് ചിന്തിക്കുന്നത് ഗവൺമെന്റ്, ഭരിക്കുന്ന ഗവൺമെന്റ്. അത് ആ ഡെഫിനിഷനിൽ ഒരു ആശങ്കയുണ്ട്, ഭരിക്കുന്ന ഗവൺമെന്റുമാണ്. ഒരു ആശങ്കയുണ്ട് അല്ലേ അതിനെ കുറിച്ച്? നാഷണൽ സെക്യൂരിറ്റി എക്സിക്യൂട്ടീവിന്റെ ഘടകമാണ്. There is no question of law. There is no question of law. ഭരണത്തിന് പുറത്ത് നിൽക്കുന്നവർക്കും ദേശസുരക്ഷയെ കുറിച്ച് ചിന്തകളും ശ്രീകുമാറിന്റെ സമയം എത്രയോ തുടരാം. നാട് ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അക്കാര്യത്ത് കോൺഗ്രസ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും സമരം ചെയ്യുകയാണെങ്കിൽ ദേശദ്രോഹികൾ എന്ന് പറയാറില്ല. ദേശദ്രോഹം നടത്തുന്നവർ ദേശദ്രോഹികളാണ്, സംശയമൊന്നുമില്ല. അപ്പൊ ദേശദ്രോഹം നടത്തുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ഒരു അവസരക്കാരോട് പറയാം, ഈ ചാനലിനുള്ള പ്രവർത്തനാനുമതി സ്വാഭാവിക പുതുക്കലിന് ഉള്ള ഒരു അനുമതിയായി കണക്കാക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ പ്രവർത്തനാനുമതി നൽകി എന്നുകൊണ്ട് മാത്രം, അത് ഞാനിവിടെ AKനെ കുറിച്ച് പറഞ്ഞത്, പ്രവർത്തനാനുമതി നൽകി എന്നുള്ളത് കൊണ്ട് മാത്രം അത് എപ്പോഴും ഒരു പുതുക്കലിനുള്ള മതിയായ ആധികാരിക രേഖയല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണെങ്കിൽ പോലും അയാളുടെ ജീവന് വിലയുണ്ട്. അയാള് മാധ്യമത്തിലായാണെങ്കിലും, ഇപ്പൊ തേജസ് എന്നൊരു പത്രം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്, അത് നിരോധിക്കപ്പെട്ടു. തേജസിന്റെ പരസ്യം കേരള ഗവൺമെന്റും നിഷേധിച്ചിരുന്നു, ഇടതുപക്ഷ ഗവൺമെന്റും നിഷേധിച്ചിരുന്നു, UDF ഗവൺമെന്റും നിഷേധിച്ചിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചിരുന്നു. അതിൽ ജോലി ചെയ്തവരൊക്കെ ദേശവിരുദ്ധരായിരുന്നോ? അതിൽ ജോലി ചെയ്തവരൊക്കെ പല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകൻ ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ സാക്ഷി മാത്രമാണ്. അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, ആ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാം. ഇപ്പൊ എന്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചു കാലം ഭീഷണമായിട്ട് സഹകരിച്ചു പോയത്. എന്റെ രാഷ്ട്രീയത്തിൽ വിരുദ്ധമായിട്ട് തോന്നുമ്പോൾ ഞാൻ വേറൊരു പത്രത്തിൽ ജോലി ചെയ്യില്ല. അപ്പൊ അതേസമയം അതാണ് കാര്യം. ഇപ്പൊ രാഷ്ട്രീയം വേറെ, പത്രപ്രവർത്തനം വേറെ. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പഴയ കാലത്തല്ലല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഇന്ന് പത്രപ്രവർത്തനം അല്ലല്ലോ, ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രി അല്ലേ. മഹാത്മാഗാന്ധിയുടെ കാലത്തുള്ള ഖാദി പ്രവർത്തനവും ഹിന്ദി പ്രവർത്തനവും പത്രപ്രവർത്തനം അല്ല ഇന്ന്. ഇത് ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ്. ആ വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് മാധ്യമ പ്രവർത്തകൻ. ആ പത്രത്തിന്റെ മുഖമനുസരിച്ച് അയാൾ പെരുമാറിക്കൊള്ളണം, ഇല്ലെങ്കിൽ അയാൾക്ക് പോകാം. അതാണ് ഈ ചാനലുകളിലേക്ക് ഇങ്ങനെ ആളുകൾ മാറി മാറി പോകുന്നത്. ആ വാദം അങ്ങ് പറയുമ്പോൾ പ്രശ്നമുണ്ട്. അങ്ങ് ആദ്യം പറഞ്ഞ വാദത്തിനെ അത് ಖಂಡಿക്കുന്നുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങ് ബോധപൂർവ്വം പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് ആ ഒരു കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ അങ്ങ് ആദ്യം പറഞ്ഞ വാദത്തെ ഖണ്ഡിക്കുകയാണ്. 350 പേര് ആ നിലപാടിൽ നിന്ന് അവർക്ക് നേരത്തെ മാറി നിൽക്കാമായിരുന്നല്ലോ എന്നൊരു ധ്വനിയാണ് അതിൽ നിന്ന് വരിക. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കുക. അങ്ങനെയല്ലേ കൃത്യമായിട്ട് പറഞ്ഞ അതായത് തേജസ് എന്നുള്ള ഒരു പത്രം, ആ പത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് പിന്നീട് നിന്നു, പല കാരണങ്ങൾ കൊണ്ടായ അത് നിന്നു. ആ പത്രത്തിന് പരസ്യം കൊടുക്കാത്ത കാലത്തും അതിൽ പ്രവർത്തിച്ചിരുന്നവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവരെ പത്രപ്രവർത്തി കൊണ്ട് അംഗീകരിച്ചിരുന്നു, അവരെ പത്രപ്രവർത്തകരെ നോക്കി നടന്നിരുന്നതും. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ചാനലില് ഇന്ന് ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദേശസുരക്ഷയ്ക്ക് മോശമാണോ അല്ലയോ നോക്കിയിട്ടല്ല അങ്ങോട്ട് പോകുന്നത്. അത് ജീവനോപാധിയാണ് ഒരു പത്രപ്രവർത്തകന്റെ. ഒരു പത്രപ്രവർത്തകൻ ജീവനോപാധിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ മീഡിയ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അവിടെ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ദേശവിരുദ്ധനാന്ന് പറഞ്ഞിട്ടില്ല. മീഡിയ വൺ വർക്ക് ചെയ്യുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി വേറെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണം. അത് അവർ തന്നെ ചെയ്യണം അല്ലെ? അങ്ങനെ അവരോ നമുക്കോ ഷക്കീന ചാനലിനോ വീക്ഷണത്തിനോ ആർക്കും വേണം ചെയ്യാം. ശരി. എനിക്ക് തോന്നുന്നു N. ശ്രീകുമാർ അങ്ങയുടെ വാദം വ്യക്തമാണ്. ഏറ്റവും അവസാനം ശ്രീ ജോസൂട്ടി അവസാനത്തെ ഒറ്റ വാക്കിൽ അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രാജ്യസുരക്ഷ തന്നെയാണ്. രാജ്യസുരക്ഷയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു സംഗതി കണ്ടെത്തി കഴിഞ്ഞാൽ അത് വിചാരണ ചെയ്യപ്പെടുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിനെ നിഷേധിക്കുന്നതിന്റെ അർത്ഥമില്ല. അതുകൊണ്ട് ആ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് അതിന്റെ കൃത്യതയോടുകൂടി വിചാരണ ചെയ്യപ്പെടുകയും സമീപ ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിശക്തമായ തീവ്ര രാഷ്ട്രീയ നിലപാടുകൾ പിന്നിലുള്ളവർ, തീവ്ര മത നിലപാടുകൾ പിന്നിലുള്ളവർ, അതുപോലെ തന്നെ മതാധിഷ്ഠിത സംസ്കാരം അധികാരം ഉണ്ടാകാൻ വേണ്ടി നിൽക്കുന്നവർ, അവരെന്ത് ചെയ്താലും അതിലേക്ക് തന്നെയായിരിക്കും. ആ ഒരു വസ്തുത ഇവിടെ സമൂഹത്തിൽ കാണാതൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. കണ്ണടച്ച് ഇരുട്ടാക്കാൻ അത് നാളത്തേക്ക് പറ്റില്ല, കുറച്ചു നാളത്തേക്ക് പറ്റുള്ളൂ. വസ്തുതകൾ തന്നെ വരണം. വളരെ വ്യക്തമാണ് ശ്രീ ജോസൂട്ടി ഒഴികയിൽ. അഭിപ്രായ സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും വീണ്ടും ചർച്ചയുടെ നടുത്തളത്തിൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മീഡിയ വണ്ണിന്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനത്തെ നിലവിൽ
കോടതി ശരിവച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി ഇതിന്റെ ഭാവി, മീഡിയ വണ്ണിന്റെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിന്റെ ഭാവി സുപ്രീം കോടതിയുടെ നടപടി ക്രമങ്ങളിലൂടെയായിരിക്കും മുമ്പോട്ട് പോവുക. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ ജോസുകുട്ടി ഒഴികയിൽ 3 പേർക്കും നന്ദി.